ഇത് 28 ബാർ ഉണ്ടായിരുന്നു ശ്രീ പിണറായി വിജയൻ 2016 മുഖ്യമന്ത്രിയാവുമ്പോൾ. ഇപ്പൊ കേരളത്തിലെ ബാറിന്റെ എണ്ണത്രേ 900 ചില്ലാൻ ബാറായി. 28 ബാറിൽ നിന്ന് 900 ചില്ലാൻ ബാറാക്കി കേരളത്തിൽ മദ്യം ഒഴുക്കിയ ഒരു സർക്കാരിന്റെ പ്രതിനിധികൾ വന്ന് ഞങ്ങൾക്ക് ഉപദേശം നൽകുക. ഉമ്മൻചാണ്ടി ബാർ കൂട്ടി LDF ഗവൺമെന്റ് വന്ന് ഇഷ്ടം പോലെ ബാർ അനുവദിച്ചു എന്ന വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിൽ UDF പ്രചരിപ്പിക്കുന്ന കള്ളം മുഖ്യമന്ത്രി നിയമസഭയിൽ പറയാൻ കഷ്ടം തോന്നുന്നു. മുഖ്യമന്ത്രി ഈ സോഷ്യൽ മീഡിയ സൈബർ പോരാളികളുടെ കള്ളം പറയുന്ന നിലവാരത്തിലേക്ക് എത്തിയതിൽ കഷ്ടം തോന്നുന്നു. ഉമ്മൻചാണ്ടി യഥാർത്ഥത്തിൽ ചെയ്തത് 11 മുതൽ 14 വരെ ഇഷ്ടംപോലെ ബാർ ലൈസൻസ് അനുവദിച്ചു. ബാർ ലൈസൻസ് കൊടുത്തതിൽ അഴിമതി നടന്നു എന്ന് കണ്ടെത്തിയപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ ലൈസൻസ് എല്ലാം റദ്ദാക്കിയെന്ന് മാത്രമല്ല, റദ്ദാക്കിയ എല്ലാ ബാറുകൾക്കും ബിയർ വൈൻ പാർലറുകൾ അനുവദിച്ചു. നോക്കിക്കൊള്ളാം, ബാർ ലൈസൻസ് റദ്ദാക്കി, പക്ഷേ ബിയർ വൈൻ പാർലറുകൾ അനുവദിച്ചു. ഉമ്മൻചാണ്ടി സർക്കാർ അധികാരം ഒഴിയുമ്പോൾ കേരളത്തിൽ 813 ബിയർ വൈൻ പാർലറുകൾ പ്രവർത്തിച്ചിരുന്നു. 813 ബിയർ വൈൻ പാർലറുകൾ. അതുപോലെ ബെവ്കോയുടെ 306 ഔട്ട്ലെറ്റുകൾ പ്രവർത്തിച്ചിരുന്നു. എന്താ പറയുന്നത് മുഖ്യമന്ത്രി പറയുന്നത്? സോഷ്യൽ മീഡിയ പ്രചരിപ്പിക്കുന്നത് മനസ്സിലാക്കാം. ആധികാരികമായിട്ട് മുഖ്യമന്ത്രി പറയുന്നത് എല്ലാ ബാറും കൂട്ടി ആണോ? 813 ബിയർ വൈൻ പാർലറുകൾ, 306 വിദേശ മദ്യ ചില്ലറ വിൽപ്പനശാലകൾ ബെവ്കോയുടെ അതുണ്ടായിരുന്നു. LDF ഗവൺമെന്റ് വന്നപ്പോഴോ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ബിയർ വൈൻ പാർലറാക്കി മാറ്റിയ ബാർ ഹോട്ടലുകൾ ക്ലാസിഫിക്കേഷൻ കൈവരിച്ചപ്പോൾ പുതുക്കി നൽകി. അതല്ലേ ചെയ്തത്? അങ്ങനെ ഇപ്പോൾ നിലവിൽ എത്ര ഉണ്ട്? 896 ബാർ ഹോട്ടലുണ്ട്. അന്ന് ബാർ ഹോട്ടൽ ബിയർ വൈൻ പാർലറാക്കി മാറ്റിയത് എത്ര ഉണ്ടായിരുന്നു? എല്ലാം കൂടി 813, ഇപ്പോൾ 896. ഇതല്ലേ വസ്തുത? ഇതല്ലേ കണക്ക്? ഇപ്പോൾ 10 വർഷം മുമ്പ് 813, ഇന്ന് 896, 10 വർഷത്തിന് ശേഷം. എന്നിട്ടാണ് പറയുന്നത് അന്ന് എല്ലാം പൂട്ടി, ഇപ്പൊ എല്ലാം തുറന്നു എന്ന്. ഇനി മദ്യ ഉപഭോഗത്തിന്റെ കണക്കിലേക്ക് വരാം. മദ്യമൊഴുക്കി എന്നിങ്ങനെ കവലപ്രസംഗത്തിൽ പറയുന്നത് പോലെ കുറെ കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 2011നും 2026നും ഇടയിൽ ഒരു UDF സർക്കാരിന്റെയും 2 LDF സർക്കാരിന്റെയും കാലയളവിലെ താരതമ്യമാണ്. ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിന്റെ വിൽപ്പന ഏറ്റവും കൂടുതൽ നടന്നത് 2012-13. ആരാ മുഖ്യമന്ത്രി? ഉമ്മൻചാണ്ടി. ഏതാ ഗവൺമെന്റ്? UDFന്റെ. ഇപ്പൊ UDFന്റെ 5 വർഷത്തെ ശരാശരി മദ്യ ഉപഭോഗം, ശരാശരി ഒരു വർഷത്തെ 5 വർഷം എടുത്താൽ ഓരോ വർഷത്തെയും ശരാശരി മദ്യ ഉപഭോഗം 341.264 ലക്ഷം കേസ്. ഇനി മദ്യമൊഴുക്കി എന്ന് പറയുന്ന LDF സർക്കാരിന്റെ കാലത്ത്, ഒന്നാം LDF സർക്കാരിന്റെ കാലത്ത് 322.182 ലക്ഷം കേസ്. അതായത് 341 നിന്ന് 322 ലക്ഷം കേസായി കുറഞ്ഞു. ഒന്നാം LDF സർക്കാരിന്റെ കാലത്ത് 322 ലക്ഷം കേസായിട്ട് കുറഞ്ഞു. രണ്ടാം LDF സർക്കാരിന്റെ കാലത്ത് 315 ലക്ഷം കേസായിട്ട് കുറഞ്ഞു. വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ വേണം മുഖ്യമന്ത്രി സംസാരിക്കാൻ. സൈബർ പോരാളികളുടെ നിലവാരത്തിലേക്ക് മുഖ്യമന്ത്രി തരം താഴുന്നത്.